ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ പറ്റാറില്ല. പിന്നെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് അറിയാവുന്നൊരു ഹെയർ സ്റ്റൈലൊക്കെ പടച്ചു കേട്ടോ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല ആ സാഹചര്യം. ഞാൻ ഹെവി ആയിട്ടുള്ള കമ്മൽ ഇടാന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ സാധനം വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ വെള്ളം ചളിയൊക്കെ ഉണ്ട് കേട്ടോ പോണ വഴിയിൽ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു പരിപാടിക്ക് പോകുമ്പോൾ കുറച്ച് നേരം വൈകിട്ട് പോകാറാട്ടോ പതിവ്. ഇന്നും അതുപോലെ കുറച്ചൊക്കെ നേരം വൈകി. നമ്മൾ കുടുംബക്കാരാകുമ്പോൾ അങ്ങനെ നേരം വൈകിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനുള്ള ചീത്തയും കൂടെ മട വായെന്ന് കേൾക്കേണ്ടി വന്നിട്ട് ഇന്ന് കാലത്ത്. എപ്പോഴും ഇങ്ങനെ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ തീരെ പറ്റാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. വീടിൻ്റെ അവിടുന്ന് കുറച്ചൊക്കെ കണ്ട് പോകാനേ ഉള്ളൂ കേട്ടോ ഓഡിറ്റോറിയത്തേക്ക്. ഇങ്ങോട്ട് എത്തി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ കുടിച്ച്. കാരണം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറിയ വേറെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ ഉണ്ടോ. ഇതാണെങ്കിൽ മുൻവശത്ത് തന്നെ ആയിട്ടാണ് ഈ വെള്ളം കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല വെള്ളം കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ കസിൻ. ആള് ഫ്രണ്ട്സിനായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഫ്രണ്ട്സ് മാത്രമല്ല ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞങ്ങളും കയറിയിട്ടോ സ്റ്റേജിലേക്ക് ഫോട്ടോ എടുക്കാൻ. പിന്നെ എനിക്ക് ഓളുടെ അടുത്ത് വെച്ചിട്ടൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണേ കേട്ടോ. ഓളാരായിട്ട് സംസാരിച്ച് നിൽക്കണോണ്ട് ഞാൻ ശല്യം ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോൺ ഉയർത്തി പിടിച്ച് കണ്ടേക്ക് ഓടി വന്നിട്ട് ഹായ് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചെക്കനും വീട്ടുകാരൊക്കെ എത്തിയിട്ടോ. ഞാനാണെങ്കിൽ ക്യാമറക്കാരൻ്റെ പുറകിലുള്ള ഫസ്റ്റ് സീറ്റിൽ തന്നെ പോയിട്ട് സീറ്റ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ മാത്രമേ ഇപ്പോൾ ഇവരുടെ വീഡിയോസും ക്ലിപ്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ വീഡിയോ എടുക്കണ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കോ ആരെങ്കിലുമൊക്കെ കളിയാക്കോ എന്നൊക്കെ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീഡിയോസും ക്ലിപ്സും ഒന്നും കിട്ടലുണ്ടാവില്ല. അത് വെച്ചിട്ട് പിന്നെ ഞാൻ ആരെയും ഒന്നും നോക്കാണ്ട് ഞാൻ എനിക്ക് വേണ്ടി വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങി. പിന്നെ അത് ചെക്കനും പെണ്ണും ഇത് ബൊക്കെ കൈമാറി. പിന്നെ ഇത് കൊണ്ടുവന്ന ഡ്രസ്സ് സ്വീറ്റ്സ് ഇതൊക്കെ കൈമാറുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവളുടെ ഫാമിലിയായിട്ടൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ കായും വൈഫ് പിന്നെ മക്കൾ അവരൊക്കെ. അപ്പോൾ അവരായിട്ടൊക്കെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അന്നമാണല്ലോ ഉന്ന. അച്ചാറെന്ന് വെച്ചൊക്കെ ജീവനാണ് കേട്ടോ. ഇതിലാണെങ്കിൽ മിക്സഡ് അച്ചാറായതുകൊണ്ട് ക്യാരറ്റ് പൈനാപ്പിൾ പഴം നാരങ്ങ ഈത്തപ്പഴം പിന്നെ മുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പ്ലേറ്റിലേക്ക് കോരി ഇത്തിയ അച്ചാറാണ് കേട്ടോ. പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു അതുകൂടെ. പിന്നെ ബീഫ് ബിരിയാണി ആയിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടെ ചേർത്തിട്ട് നന്നായി കഴിച്ചു കേട്ടോ. എനിക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും അവൾ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ആ ഡ്രസ്സ് വെച്ചിട്ട് കുറേ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയിട്ടാ. പിന്നെ മക്കൾ അവരുടേതായ എൻ്റർടൈൻമെൻറ്റിലാണ്. പിന്നെ ഇവർക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം വീടെത്തണം എന്നുള്ളൊരു മൈൻഡാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡ്രസ്സിലൊക്കെ ആകെ കറായിക്കണം കേട്ടോ. കാരണം ഇവനെ മടിയിലിരുത്തിയിട്ടാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ പിന്നെ അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇതാണെങ്കിൽ ഓഫ് വൈറ്റ് കളറായതുകൊണ്ട് പിന്നെ എന്തായാലും പെട്ടെന്ന് അറിയാൻ പറ്റും. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് എല്ലാവരും പരിപാടിക്ക് പോകുമ്പോഴുള്ള ഉഷാറ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആർക്കും ഉണ്ടാവാറില്ലല്ലോ. ബിരിയാണിയൊക്കെ തിന്ന് മത്തായി കൊണ്ടൊന്ന് കിടന്നാൽ മതി എന്നുള്ള മൈൻഡിലാണ് കേട്ടോ തിരിച്ചു പോകണം. അങ്ങനെ ഒരു വിധത്തിൽ വീടെത്തിയിട്ടാ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നുകൊണ്ട് ഫോൺ ഏകദേശം ഡെഡ് ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടെത്തി കഴിഞ്ഞേക്കെ ഞാൻ വേഗം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചു. പിന്നെ ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ചാർജായി ഫോണും ചാർജായി എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിടാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ മടി പിടിച്ചിരിക്കാനുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം. അങ്ങനെ ഡ്രസ്സൊക്കെ കഴുകിയിട്ടതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു കേട്ടോ.